നാളെ ഒരുപാട് ഉയരത്തിലെത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഒരു ഫുട്ബോൾ കളിക്കാരന്റെ ജീവിതം നമ്മോട് ചോദിക്കുന്നുണ്ട്. ആ കളിക്കാരൻ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് നമ്മൾ പാഠമാക്കണം. പറഞ്ഞു വരുന്നത് സാഡിയോ മാനെ എന്നുള്ള ലോകോത്തര ഫുട്ബോൾ കളിക്കാരന്റെ ജീവിതത്തെക്കുറിച്ചാണ്. സെനഗൽ എന്ന രാജ്യത്തിന്റെ പന്ത് കളിക്കാരനായ സാദിയോ മാനെ അയാളുടെ ഗ്രാമമായ ബംബേലിയെ ഒരു നഗരമായി മാറ്റുകയാണ്. ഇതിനകം 5 കോടി രൂപ ചെലവാക്കി ഒരു ആശുപത്രിയും 2.5 കോടി രൂപ ചെലവാക്കി ഒരു സ്കൂളും നിർമ്മിച്ചു കഴിഞ്ഞു. പോസ്റ്റ് ഓഫീസിന്റെ നിർമ്മാണം നടക്കുന്നു. ഗ്രാമത്തിലെല്ലാം സൗജന്യമായി ഇന്റർനെറ്റ് നൽകുന്നു. തന്റെ ഗ്രാമത്തിലെ ഓരോ കുടുംബത്തിനും പ്രതിമാസം 6000 രൂപയും നൽകുന്നു. ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, 10 ഫെരാറി കാറും 10 രത്നം പതിച്ച വാച്ചുകളും ആഡംബര നൗകയും 2 സ്വകാര്യ വിമാനങ്ങളും എനിക്കോ ലോകത്തിനോ എന്ത് ഗുണമാണ് ചെയ്യുന്നത്? പക്ഷേ അതിന് മുടക്കുന്ന പൈസ കൊണ്ട് എനിക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനാകും. 352 കോടി രൂപയാണ് സാദിയോ മാനെയുടെ വാർഷിക വരുമാനം. ബാംബാലി ഹൈസ്കൂളിന് സൗജന്യ ലാപ്ടോപ്പുകളും മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് $400 വീതം ഗ്രാൻഡും മാനെ നൽകി. ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ തന്റെ അച്ഛൻ മരിച്ചതായി നേരത്തെ മാനെ വെളിപ്പെടുത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം തന്റെ ബാല്യകാല ഗ്രാമത്തിൽ ഒരു ആരോഗ്യ സൗകര്യം നിർമ്മിച്ചു. 4,55,000 പൗണ്ട് വിലയുള്ള ആശുപത്രി പണി കഴിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സങ്കടം തീർത്തത്. അത് ചുറ്റുമുള്ള പ്രദേശത്ത് 34 ഗ്രാമങ്ങളിൽ സേവനം നൽകുകയാണ്. ഗ്രാമത്തിൽ ഓരോ കുടുംബത്തിനും 270 പ്രതിമാസ സഹായ പാക്കേജുകളും മാനെ കൈമാറുന്നു. 2019 ബാംബാലിയിൽ ഒരു സ്കൂൾ പണിയുന്നതിനായി മാനെ മുമ്പ് 2,50,000 പൗണ്ട് സംഭാവന നൽകിയിരുന്നു. സാദിയോ മാനെ തന്റെ ഗ്രാമത്തിന് വലിയൊരു മസ്ജിദ് നിർമ്മിച്ചു നൽകി. ഗ്രാമത്തിലെ പഴയ മസ്ജിദിന്റെ ഇമാമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. സാദിയോ മാനെ ഒരു പെട്രോൾ സ്റ്റേഷനും ഒരു പോസ്റ്റ് ഓഫീസ് നിർമ്മിക്കുന്നതിനും കൂടാതെ തന്റെ പ്രാദേശിക കമ്മ്യൂണിറ്റിക്കായി 4G മൊബൈൽ ഇന്റർനെറ്റ് സേവനം സ്ഥാപിക്കുന്നതിനും വലിയൊരു ധനസഹായം നൽകി. പുതിയ കെട്ടിടങ്ങൾ പണിയാൻ 70,000 പൗണ്ട് ചിലവാക്കി അദ്ദേഹം തന്റെ ഒരു ഗ്രാമത്തെ മാറ്റിമറിച്ചു. ഏകദേശം 70% കുടുംബങ്ങളും ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് ലോകബാങ്ക് കണക്കാക്കുന്ന സെനഗലിലെ സാദിയോ പ്രവിശ്യയിലെ തന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു പ്രധാന കാരണമായി മാനെ തന്റെ പിതാവിന്റെ മരണത്തിന്റെ സാഹചര്യങ്ങൾ വിവരിച്ചു. ഞങ്ങളുടെ ഗ്രാമത്തിൽ ആശുപത്രി ഇല്ലാത്തതിനാൽ എൻ്റെ സഹോദരിയും വീട്ടിൽ ജനിച്ചതായി ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും ശരിക്കും സങ്കടകരമായ അവസ്ഥയായിരുന്നു അത്. ആളുകൾക്ക് സഹായകമാകും വിധം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകുന്നതിനായി ഒരെണ്ണം നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പശ്ചിമാഫ്രിക്കയിലെ ഫുട്ബോൾ താരത്തിന്റെ ആരാധകർ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സമ്മാനത്തെ പ്രശംസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ മഹാനായകൻ എന്ന് വിശേഷിപ്പിക്കുകയായിരുന്നു. കുറെ സമ്പാദിച്ചു കൂട്ടുക, നമ്മൾ അങ്ങനെ സുഖിക്കുക, മറ്റുള്ളവരെ കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുക, അങ്ങനെയുള്ള മനുഷ്യർക്കൊക്കെ സാഡിയോ മാനെ എന്നുള്ള ഈ ഫുട്ബോൾ കളിക്കാരൻ ഒരു മാതൃകയാണ്.